നമ്മുടെ തിരുവനന്തപുരം MP ശശി തരൂർ തിരുവനന്തപുരത്തൊരു ഹോട്ടലിലെ ലിഫ്റ്റിൽ കുടുങ്ങി. ഫയർഫോഴ്സ് എത്തിയാണ് അവസാനം ലിഫ്റ്റിൽ കുടുങ്ങിയ തരൂർ ഉൾപ്പെടെയുള്ളവരെ പുറത്തിറക്കിയത്. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണും. ഓക്കെ സർ, ഞങ്ങളൊരു ആക്സിഡന്റ് സ്പോട്ടിലായിരുന്നു, അവിടെ നിന്ന് തിരിച്ചെത്തിയതുണ്ടായിരുന്നു. എല്ലാവരും ഓക്കെയാണ്, ആർക്കും ഒന്നും സംഭവിച്ചില്ല. അരമണിക്കൂർ കുറച്ച് എന്താ സംഭവിക്കാമോ എന്ന് അറിഞ്ഞില്ല. ആദ്യം ലിഫ്റ്റുകാരെ വിളിച്ചു, അവർക്കൊന്നും കേസ് അയച്ചില്ല. ഹോട്ടലുകാരെ വിളിച്ചു, അവർക്കൊന്നും കേസ് അയച്ചില്ല. അപ്പോഴാണ് തോന്നിയത് ഫയർ ആൻഡ് റെസ്ക്യൂ തന്നെ വേണ്ടി വരുന്നു. അപ്പോൾ അവർ വിളിച്ചവർ വന്നു, അവരാണ് നമ്മളെ രക്ഷിച്ചത്. അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് നല്ല അഭിപ്രായമുണ്ട്. ജിതേഷുമായി ടീമൊക്കെ നന്നായി അങ്ങനെയൊന്നും അവസാനത്ത് അത് സംഭവിക്കുന്ന അറിഞ്ഞു. 5 മിനിറ്റ് ശരി, വെരി ഗുഡ്, താങ്ക് യു. TS ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ഹരി, എന്താണ് സംഭവിച്ചത്? ആര്യ, കുറച്ചു നേരം ഒന്ന് ആശങ്കപ്പെട്ടു. തിരുവനന്തപുരത്ത് പ്രശാന്തി ഹോട്ടലിൽ റോട്ടറി ക്ലബിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ശശി തരൂർ MP വന്നത്. അദ്ദേഹം വൈകിട്ടോടുകൂടി ഇവിടെ എത്തി. ആ സമയത്താണ് 6ാമത്തെ നിലയിൽ ഈ ലിഫ്റ്റിൽ അദ്ദേഹം കുടുങ്ങിപ്പോയത്. അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ സന്തത സഹചാരി പത്മേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ചേട്ടാ, കുറച്ച് ആശങ്കപ്പെട്ടു അല്ലേ? കുറച്ചൊരു ഫസ്റ്റ് ടൈമല്ലേ നമ്മൾ ഇതിനകത്ത് കുടുങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയൊരു ഇതുണ്ടായി. വേറെ പ്രശ്നമൊന്നുമില്ല. അതിൽ ഞങ്ങൾ ഒരു 4-5 പേരുണ്ടായിരുന്നു അതിനകത്ത്. എത്ര സമയം അതിനകത്തായി? ഒരു 10 മിനിറ്റോളം, 10-12 മിനിറ്റോളം. ഫയർഫോഴ്സ് കൃത്യമായി എത്തി. അതെ, ആദ്യം നമ്മൾ ഇതിൻ്റെ ലിഫ്റ്റ് എഞ്ചിനീയേഴ്സിനെ അതിനകത്ത് നമ്പർ എടുത്തിട്ട് വിളിച്ചു. അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് നമ്മൾ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ ഇൻഫോം ചെയ്തു. പക്ഷെ അവർ പെട്ടെന്ന് തന്നെ വന്നു. അവർ വന്നിട്ട് പെട്ടെന്ന് തന്നെ അതറിയത്തില്ല, എന്തുവാന്ന് അറിയത്തില്ല. ലിഫ്റ്റിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആയിരിക്കാം. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇല്ല, ഞങ്ങൾ വളരെ സേഫായിട്ട് സാറിനെ ഇങ്ങനെ പുറത്തിറക്കി കൊണ്ടുവരാൻ കഴിഞ്ഞത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. അതെ, അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആശങ്കപ്പെടാതെ അദ്ദേഹത്തിന് ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.